മുസ്ലിം സമുദായത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗത്തിന് ഒരിക്കലും ഒരു കേന്ദ്രത്തിൽ നിന്നും യാതൊരുവിധ പ്രോത്സാഹനവും വരരുത്. അതാണ് സമസ്തയുടെ നിലപാട്. അതാ ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും അത് സമസ്ത അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അതിനാവശ്യമായ വിധത്തിലുള്ള നിലപാടുകൾ സമസ്ത സ്വീകരിക്കേണ്ടി വന്നാൽ സ്വീകരിക്കും. അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടി വന്നാൽ അറിയിക്കുകയൊക്കെ ചെയ്യും. ലീഗ് ഞങ്ങൾ ശത്രുക്കളോട് അടുക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച ഞങ്ങളുടെ നിലപാടാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. സമസ്തന്റെ ശത്രുക്കളോട് ഒരിക്കലും അടുത്ത് ചെയ്യൂല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. മുമ്പ് ഞങ്ങൾ ചെയ്യൂല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ചില മർക്കസിൽ പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അണികൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കും. ആ കാര്യത്തിൽ ഉത്തരവാദപ്പെട്ടവരെ അത് അറിയിക്കും. ആ നിലപാട് തുടരാൻ പാടില്ല എന്ന് സമസ്ത ആവശ്യപ്പെടുകയും ചെയ്യും. ലീഗിന്റെയും സമസ്തയുടെയും നായകനായ പാണക്കാട്ട് തങ്ങളുകുട്ടിയെ തോണ്ടി രസിക്കുകയായിരുന്നു അപ്പോൾ കാന്തപുരം മെത്രാപ്പോലീത്ത. മുസ്ലിം ലീഗ് ചേളാരി സമസ്തയുടെ നിർദ്ദേശം അനുസരിച്ചാണോ നടക്കുന്നത്, അല്ലയോ, അവർ പറയുന്നതൊക്കെ കേൾക്കണമോ കേൾക്കണ്ടയോ എന്ന കാര്യം അവർ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇല്ല. ഞങ്ങൾക്കതിൽ അഭിപ്രായവും ഇല്ല. എന്നാൽ ഓർത്തഡോക്സ് സമസ്തയുടെ കർദിനാളായ ബാപ്പു മുസ്ലിയാർക്ക് ഒരഭിപ്രായമുണ്ട്. സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്തയും ലീഗും ഈ രണ്ട് വിഭാഗവും തമ്മിൽ യാതൊരു വിധത്തിലും എതിരില്ലാത്ത നിലയ്ക്ക് ഇവിടെ രണ്ട് സംഘടനകളായി പ്രവർത്തിച്ചു വരുന്നതാണ്. അപ്പൊ അതിലൊരു സംഘടനയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു സംഘടനക്ക് ഒരിക്കലും തന്നെ അവരെ ക്ഷീണിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ലല്ലോ. അത് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ സംഘടനയെ മതസംഘടന നിയന്ത്രിക്കുകയോ മതസംഘടനയെ രാഷ്ട്രീയ സംഘടന നിയന്ത്രിക്കുകയോ അത് രണ്ടും ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയെയും നിയന്ത്രിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ സംഘടനയും ഞങ്ങളെ നിയന്ത്രിക്കുന്നുമില്ല. അല്ല, ഇത് പറഞ്ഞ മനസ്സല്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ സംഘടനയെയും നിയന്ത്രിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ സംഘടനയും ഞങ്ങളെ നിയന്ത്രിക്കുന്നും ഇല്ല. സമസ്തക്കൊരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ചർച്ച ചെയ്യും. യാതൊരു സംശയം വേണ്ട. അവർക്ക് എന്താണോ ഗ്രീവൻസ് ഉള്ളത്, ഞങ്ങൾ അങ്ങനെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആരെയും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന, പ്രത്യേകിച്ചും അവരെ വേദനിപ്പിക്കുന്ന സമീപത്തിൽ ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് അവർക്കൊരു ഗ്രീവൻസ് ഉണ്ട് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും, കാരണം ബഹുമാനപ്പെട്ട ഹൈദരി ശിഹാബ് തങ്ങൾ എല്ലാവർക്കും സമ്മതനായ ഒരു ആളാണ് ഈ മതസംഗതികളിലൊക്കെ തന്നെ. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഗ്രീവൻസ് അവർ പറഞ്ഞ സാഹചര്യത്തിൽ അതെന്താണെന്ന് അവരെ വിളിച്ച് നോക്കി അതിന് ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ പരിഹരിക്കും. കണ്ടതിന് ശേഷം ഓരോ സ്റ്റെപ്പായി എഴുന്നേറ്റുകൊണ്ട് അതിലേക്ക് നിശ്ചയിച്ച സ്ഥലത്ത് കൂടെ പോയിട്ട് നിങ്ങൾ കാണണം. തികച്ചു ഒഴിവാക്കൽ നിർബന്ധമാണല്ലോ. എല്ലാവർക്കും കാണാൻ നന്മ നേടുവാനുള്ള സൗകര്യങ്ങൾ صلى الله عليه
يا رسول الله وسلم عليك يا حبيب الله. അങ്ങനെ പ്രവാചകന്റെ മുടിയാണെന്ന് തെളിയിക്കൽ കത്തിക്കൽ കൊണ്ടേ സാധിക്കുള്ളൂ എങ്കിൽ അത് കത്തിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. പ്രവാചകന്റെ മുടിയെ നിന്ദിക്കലല്ലാതെ പ്രവാചകന്റെ മുടിയുടെ ശ്രേഷ്ഠത ഒന്നും കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് അത് കത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ഇപ്പോൾ ആ മുടിന്റെ ആളുകൾ ചെയ്യേണ്ടത്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞു ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസു തഖാഫത്തി സുന്നിയയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഅർ മുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. അതുണ്ടായത് നമുക്ക് കിട്ടിയ അദ്ദേഹത്തിൽ നിന്ന് തന്നെ സുബ്ഹാനല്ലാഹ് ഇവരും പോയി വാങ്ങി. ഞങ്ങൾ ചെമ്മാട് ദാറുൽ ഹുദ എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുപ്പയുണ്ടാക്കും. ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും. നിങ്ങളെ പേര് അവിടെ എഴുതും. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അങ്ങനെ പറഞ്ഞ് എവിടെ വരെ എത്തി? നബിയുടെ മുടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആളുകൾ വരെ ഈ ദുനിയാവിലുണ്ട് എന്ന സത്യം വരെ എത്തി. വിൽക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങുന്നവരുമുണ്ടാവുമല്ലോ. വിൽക്കുന്നവരും വാങ്ങുന്നവരുമുള്ള ഒരു സമൂഹത്തിൽ കേസും വ്യവഹാരവും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ മുടിക്കച്ചവടം കേസായി. കാന്തപുരം വാങ്ങിയ മുടിയും കേസിൽപ്പെട്ടു. ആ കേസിൽ കാന്തപുരത്തിന് അനുകൂലമായി കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകി. ആ സത്യവാങ്മൂലത്തിനെതിരെ സമസ്ത റോഡിലിറങ്ങി. അധികാരികളെ ശിക്ഷിക്കൂ, അപരാധികളെ സൂക്ഷിക്കൂ. മുത്തഹബീബിനെ നോവിച്ചാൽ ചോരത്തിലക്കും വോട്ടോളൂ, കൈകോർക്കുന്നു, അണിചേരുന്നു, കൈകോർക്കുന്നു. നീതിക്കായി നന്മക്കായി, നീതിക്കായി നന്മക്കായി. മുത്തഹബീബിനെ നോവിച്ചാൽ അധികാരത്തിൽ അധികാരത്തിന് പാദം പടിഞ്ഞാൽ ഇത്രത്തോളമായപ്പോഴാണ് പാണക്കാട്ട് യോഗം ചേർന്നതും തെറ്റിദ്ധാരണകളെല്ലാം തട്ടി നീക്കിയതും. എല്ലാം നീങ്ങിയെങ്കിലും സമസ്തയുടെ കിടാങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പ്ലക്കാർഡിലെ സംശയം ഡെമോക്രസിയുടെ മുന്നിൽ ഇപ്പോഴും ബാക്കിയാണ്. ഏതാണ് വലുത്, വോട്ട് ബാങ്കോ ബാങ്ക് അക്കൗണ്ടോ?